മുസ്ലിം ലീഗിന്റെ പുതിയ രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി പോവുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. എംപിയും ആദ്യം നമുക്ക് എംപിനോട് സംസാരിക്കാം. ആവേശമാണല്ലേ? ആവേശത്തെക്കാട്ട് വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം എന്തെല്ലാമാണ് പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഉത്തരവാദിത്തം കുറച്ച് കഠിനമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ബഷീർ സാഹിബും സമദാനി സാഹിബും വഹാബ് സാഹിബും എല്ലാം ഉണ്ട്. അവരെല്ലാം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള യത്നത്തിലാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പെന്താ? ഡൽഹിയിൽ ഏത് സമയത്തും നമ്മളുണ്ടാകും. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിലെ ഒരു കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ടാകണമെന്നുള്ളത് അത് തന്നെയാണ്. ഏത് സമയത്തും നമ്മളിവിടെ ഉണ്ടാകും. ഓക്കെ. ഈ പുതിയ രംഗത്തെ സഭയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രതീക്ഷ എന്താ? വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ ഈ നിയമനം ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംതൃപ്തിയാണ്. കാരണം പാർലമെൻറ്റിലെ ബഷീർ സാഹിബ്, സബ്ദാനി സാഹിബ്, വഹാബ് സാഹിബ്, കെനി സാഹിബ്, ഹാരിസ് സാഹിബ് ഒരു നല്ല ടീമാണ്. വളരെ ഒത്തൊരുമയും പരസ്പര ധാരണയുള്ള നല്ലൊരു ടീമിനെ മുസ്ലിം ലീഗിന് പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഹാരിസ് പറഞ്ഞ പോലെ ഇന്നത്തെ സാഹചര്യത്തിൽ പാർലമെൻറ്റിൽ അത് ഏറ്റവും ആവശ്യമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ തരത്തിൽ ശബ്ദമുയർത്തുന്ന ഒരു നല്ല ടീമാണ് ലീഗിനിപ്പോൾ ഉള്ളത്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്നതൊക്കെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് വിമർശനങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അതിന് അവരോട് എന്താ പറയാനുള്ളത്? അതൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അപ്പം സഭയിലെ പ്രവർത്തന പരിചയം എന്താണ് കൊടുക്കാനുള്ള ഉദ്ദേശം? പരിചയത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇതിനേക്കാളും വലിയ സഭയാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയിൽ പരിചയിച്ച ഹാരിസ് ബീരാൻ, പിന്നെ അവൻ്റെ വാപ്പ ബീരാൻ സാഹിബ്. അപ്പോൾ അത് പരമ്പരയായിട്ട് തന്നെ ഏത് സഭയിൽ നിൽക്കാൻ പറ്റിയ ആൾക്കാരാണ് അവർ. നമ്മളും കൂടി കൂടുമ്പോൾ ഞാനൊക്കെ ആലോചിക്കുന്നത് നമ്മളൊക്കെ ഉത്തരവാദിത്തം കുറേ അത്രത്തോളം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവുള്ള വിവരമുള്ള പരിചയമുള്ള ആളാണ്. പരിചയമുള്ള സഹപ്രവർത്തകൻ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി പോവുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യസഭയിലേക്ക് പുതിയ അംഗത്തെ അയക്കുന്നത് എന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ തന്നെ പറയുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് പുതിയ 3 അംഗങ്ങളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭയിലേക്ക് എത്തുന്നത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.